കഴിയുമോ? ആ മഹാന്മാരെ എപ്പോഴും ഓർക്കുകയെന്നത് അത് അല്ലാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ്. അങ്ങനെയല്ലേ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, ഇതാ ഇപ്പൊ ദുൽഹിജ്ജ മാസത്തിൽ പെരുന്നാളിനോടനുബന്ധിച്ച് ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇറാഖത്തുദ്ദമി, ഉൽഹിയ്യത്ത് അറുത്തു കൊടുക്കുക എന്നതാണല്ലോ. അതുകൊണ്ടല്ലേ പെരുന്നാള് ദിവസം ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളെ കൂട്ടത്തിൽ അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉൽഹിയ്യത്ത് അറുത്തു കൊടുക്കുക എന്നതിനേക്കാൾ ഇഷ്ടമുള്ള ഒരു അമൽ വേറെ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണല്ലോ. അങ്ങനെ മൃഗത്തെ അറുത്തു കൊടുത്താൽ ആ മൃഗം ഖിയാമത്ത് നാളിൽ അതേ നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കാൻ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ. പോരാ, അറുത്താൽ ആ അറുത്തതിന്റെ രക്തം നിലത്ത് ഇറ്റുന്നതിന് മുമ്പ് അല്ലാഹുവിലേക്ക് അതിന്റെ അതേ മാഹാത്മ്യം എത്തിച്ചേരും എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് അതാ പിന്നീട് വേറെ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ അതാ ഉൽഹിയ്യത്ത് അറുത്തു കൊടുക്കുന്നത് അത് നിങ്ങൾ ഗൗരവത്തിൽ കണ്ടോളണം. കാരണം എന്താണ്? ആ മൃഗം സിറാത്ത് പാലത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് വാഹനമായിട്ട് വരും കേട്ടോ. ആ ഉൽഹിയ്യത്ത് അറുത്തു കൊടുക്കൽ മുഅക്കദായ സുന്നത്താണ്, പ്രധാനപ്പെട്ട സുന്നത്താണ്. അതിന് കുറെ നിഅമത്ത് കയ്യിൽ വേണമെന്നില്ല. പിന്നെയോ അതാ പെരുന്നാള് ദിവസത്തിന്റെയും അയ്യാമുത് തശ്രീക്ക് പെരുന്നാളിന് ശേഷം ദുൽഹിജ്ജ 11, 12, 13 ആ ദിവസങ്ങളിലെ രാത്രിയുടെയും പകലിന്റെയും സ്വന്തത്തിന്റെയും അതുപോലെ ചെലവ് കൊടുക്കുന്നവരുടെയും ചെലവെല്ലാം കഴിച്ചിട്ട് ബാക്കി വല്ലതും ഉണ്ടോ? എന്നാൽ അവർക്കെല്ലാം ഉൽഹിയ്യത്ത് അറുത്തു കൊടുക്കൽ പ്രധാനപ്പെട്ട സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ്. നമ്മൾ ഉൽഹിയ്യത്തിന്റെ ഇറച്ചി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ആകരുത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതാ നമ്മൾ അറുത്തിട്ട് മറ്റുള്ള പലരിലേക്കും ഇറച്ചി എത്തിക്കാൻ താല്പര്യമുള്ളവർ ആകണം. കാരണം അതിന് വലിയ മഹത്വമാണ്. എന്തിനാണ് ഉൽഹിയ്യത്ത് അറവ് നടത്തുക എന്നത് ദീനിൽ ഒരു നിയമമായി വന്നത്? അത് മഹാന്മാരോടുള്ള അനുസ്മരണയുടെ ഭാഗമാണ്. മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ടാണ്. ആരാണ് മഹാന്മാർ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അവിടുത്തെ പ്രിയ പുത്രൻ ദബീഹുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാം. ഞാനിപ്പോൾ ചരിത്രം നീട്ടി പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഉത്തരവിട്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പതറിയില്ല, മകനും പതറിയില്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ കൊണ്ടുപോയി. അള്ളാഹുവിന്റെ ഓർഡർ വന്നു, ഓ ഇബ്രാഹിം നബിയെ അലൈഹിസ്സലാം, നിങ്ങളും മോനും നിങ്ങളെ കുടുംബവും ഈ പരീക്ഷണത്തിൽ വിജയിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ അറുക്കണ്ട, പകരം ഒരു ആട്ടിൻകുട്ടിയെ അറുത്തു കൊടുത്താ മതി. ആ മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ടാണ് അതേ പിന്നീട് ഉൽഹിയ്യത്ത് അറവ് നടത്തുക എന്ന കർമ്മം നിയമത്തിൽ വന്നതല്ലോ. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ ആളുകൾ ഹജ്ജിന്